നിങ്ങൾ സ്പിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണാലിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുക. മണാലിയിൽ നിന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗ് സ്പിറ്റിയിലേക്ക് യാത്ര തുടങ്ങുക. അന്ന് ഫുൾ യാത്രയായിട്ട് പോകും. അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കാസയിൽ സ്റ്റേ ചെയ്യുക. കാസയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഹൈറ്റിനായിട്ടൊന്ന് അക്ലിമറ്റൈസ് ചെയ്യും. ആ യാത്ര ഒന്നാമത്തെ ദിവസത്തെ യാത്ര തന്നെ ഒരു നല്ല അടിപൊളി അനുഭവമായിരിക്കും. അങ്ങനെ കാസയിൽ ഒരു ദിവസം റെസ്റ്റ് ചെയ്തിട്ട് പിറ്റത്തെ ദിവസം നമുക്ക് ദങ്കർ മൊണാസ്ട്രി കാണാം, കീ മൊണാസ്ട്രി കാണാം, ചിച്ചം ബ്രിഡ്ജ് കാണാം. ഇത് മൂന്നും കണ്ടതിന് ശേഷം കിബറിൽ സ്റ്റേ ചെയ്യാം. കിബർ കുറച്ചും കൂടി ഉയരത്തിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഗ്രാജുവലി ഹൈറ്റ് കയറി വരുമ്പോൾ നമുക്ക് അത്ര നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കിബറും നല്ല ഉയരത്തിലുള്ള സ്ഥലമാണെന്ന് പറയുന്നത്. അവിടെ ഓക്സിജൻ്റെ എല്ലാം റിസോർട്ടിലും ഓക്സിജൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഓക്സിജൻ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ഡേ ഹയസ്റ്റ് വില്ലേജായ കോമിക്കിലേക്കുള്ള യാത്ര തുടങ്ങാം. പോകുന്ന വഴി ലാങ്സയിൽ ബുദ്ധ സ്റ്റാച്ചു കാണാം. അത് കഴിഞ്ഞ് കോമിക് വില്ലേജിലെത്തുക, ഹയസ്റ്റ് വില്ലേജ്. അത് കഴിഞ്ഞതിന് ശേഷം ഹിക്കിമിലെത്താം, ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസ് കാണാം. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് കിബറിലേക്ക് തന്നെ മടങ്ങാം. എന്നിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടി എക്സ്ട്രാ എടുത്ത് കിബർ എക്സ്പ്ലോർ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ മടങ്ങി. പക്ഷേ ഈ സ്ഥലങ്ങളെല്ലാം ഓടിച്ചു വിടാതെ കുറച്ചുകൂടി സമയം എടുത്ത് കാണണമെങ്കിൽ ഒരു ദിവസം കൂടി എക്സ്ട്രാ വേണം. അപ്പോൾ പിന്നെ പിറ്റത്തെ ദിവസം നേരെ രാവിലെ കിബറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ നേരെ വൈകുന്നേരം ആയപ്പോഴേക്കും മണാലി എത്തി. 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയായിട്ട് പോകും. പിന്നെ 3 ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം, അത് മതി. പക്ഷേ 3 ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം കൊണ്ട് ഞങ്ങൾ തീർത്ത മാതിരി ഓടിച്ചിട്ട് തീർക്കുക, പോവുക. 3 ദിവസം വേണമെന്ന് ഞാൻ പറയുള്ളൂ ഇവിടെ തന്നെ. അങ്ങനെ 5 ദിവസത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പിറ്റി അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വണ്ടിയുടെ ഡ്രൈവർ നമ്പർ ഞാൻ തരാം. പിന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് സ്പിറ്റി കോർഡിനേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരാൾ ഷെൽബിനാണ്. ഷെൽബിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അടിപൊളിയായി ട്രിപ്പ് ചെയ്ത് പോകാം.